നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ ചെന്താമര സുധാകരനെയും അമ്മയെയും കൊലപ്പെടുത്തിയത് വടിയിൽ വെട്ടുകത്തി വെച്ച് കെട്ടിയ ശേഷം കൊല്ലാൻ ഉറപ്പിച്ച് തന്നെയായിരുന്നു ഇങ്ങനെയൊരു നീക്കം ഇയാൾ നടത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോടെയാണ് നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. നെന്മാറ ടൗണിൽ കാത്തുനിന്നിരുന്ന മകളായ അനഘയെ കാണാനാണ് സുധാകരൻ വീട്ടിൽ നിന്ന് സ്കൂട്ടറിൽ ഇറങ്ങിയത്. ഇത് കണ്ട ചെന്താമര ഉടൻ തന്നെ സുധാകരനെ വടിയിൽ കെട്ടിയ വെട്ടുകത്തി ഉപയോഗിച്ച് ദൂരെ നിന്ന് വെട്ടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സുധാകരന് ചെന്താമരയെ തടയാൻ സാധിച്ചിരുന്നില്ല. സുധാകരനെ നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മയെയും ഇയാൾ വെട്ടി വീഴ്ത്തി. ആദ്യം സുധാകരന്റെ കാലിനാണ് ഇയാൾ വെട്ടിയത്. അതിനാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനും കഴിഞ്ഞിരുന്നില്ല. കൈയിലും കാലിനും കഴുത്തിലും തലയിലുമായി 8 വെട്ടുകളാണ് സുധാകരന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. കഴുത്തിന്റെ പിറകിലെ വെട്ടാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വലത് കൈയും അറ്റുമാറിയ നിലയിലാണ്. സുധാകരന്റെ അമ്മയുടെ ശരീരത്തിൽ 12 വെട്ടുകളാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം ആഴത്തിലുള്ള മുറിവുകളായിരുന്നു. ഇതാണ് മരണത്തിലേക്ക് വഴിവെച്ചത്. ദൂരെ നിന്ന് വടിവാൾ കെട്ടിയ വെട്ടുകത്തി കൊണ്ട് ആഞ്ഞു വെട്ടിയതാണ് ഇത്രയും ആഴത്തിലുള്ള മുറിവുണ്ടാകാൻ കാരണമായത്. ചെന്താമരയുടെ കുടുംബം പിണങ്ങിപ്പോയത് സുധാകരന്റെ കുടുംബം കാരണമാണെന്നാണ് ഇയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. ഇതാണ് ഇയാളെ ഇങ്ങനെയൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ കാരണമായത്. ആദ്യം സുധാകരന്റെ ഭാര്യയെയാണ് ഇയാൾ വകവരുത്തിയത്. തുടർന്ന് ജയിലിൽ ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി ഇപ്പോൾ ഈ ഇരട്ട കൊലപാതകം നടത്തിയിരിക്കുന്നത്. ജയിലിൽ പോകുന്നതിന് മുമ്പും ജാമ്യത്തിൽ ഇറങ്ങിയ സമയത്തും ഇവരെ കൊല്ലുമെന്ന് ഇയാൾ ഭീഷണി മുഴക്കിയിരുന്നു. ആ ഭീഷണി തന്നെയാണ് ഇപ്പോൾ ഇയാൾ പ്രാവർത്തികമാക്കിയത്. കൃത്യം നടത്തിയ ശേഷം നെല്ലിയാമ്പതി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട ഇയാൾക്കായി പോലീസും നാട്ടുകാരും തെരച്ചിൽ തുടരുകയാണ്. 4 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്. ഡ്രോണുകളും പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ നേരത്തെ തന്നെ പോലീസിൽ സുധാകരൻ പരാതി നൽകിയിരുന്നു. തുടർന്ന് പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ശാസിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇനി ഈ നാട്ടിൽ വരരുതെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇയാൾ ഇത് ലംഘിച്ചാണ് ജാമ്യം ലഭിച്ച ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്നതും കൊലപാതകം നടത്തുന്നതും.